വെളിച്ചവും വീടും നിഷേധിക്കപ്പെട്ട കുടുംബത്തിന് തണലേകാൻ ആരുണ്ട്? മണർക്കാട് മുക്കണ്ണം റോഡിന് സമീപത്തെ ഒരു നേർക്കാഴ്ച. സ്വന്തമായി ഒരു വീടും അതിലേക്ക് വെളിച്ചവും എന്നത് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തതയോടെയാണ് രാധാമണിയും രണ്ടു മക്കളും കഴിയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് രാധാമണിയുടെ ഭർത്താവ് പാലൻ മരിച്ചതോടെ കുടുംബത്തിന്റെ എല്ലാ ബാധ്യതകളും തന്റെ ചുമതലയിലാണെന്ന് രാധാമണി പറഞ്ഞു. ഏക വരുമാന മാർഗമാണ് ആട് വളർത്തൽ. മൂത്ത മകൻ പഠനത്തിന് മിടുക്കനാണെങ്കിലും തുടർ പഠനത്തിന് വിടാൻ പണമില്ലാത്ത അവസ്ഥ വന്നതിനാൽ പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു. ഇളയ മകൾ പള്ളിക്കുറുപ്പ് സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയുമാണ്. മൂത്ത മകൻ സ്കൂൾ പഠനം നിർത്തിയതോടെ പാലക്കാട് സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്ത് വരികയാണ്. 4 കാലിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചും ചുറ്റും ഓല കൊണ്ട് മറച്ചുമാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒറ്റമുറിയിൽ വേണം 3 പേർക്ക് ഇരിക്കുവാനും കിടക്കുവാനും ഭക്ഷണം പാകം ചെയ്യുവാനും. മഴ പെയ്താൽ രാത്രികാലങ്ങളിൽ വീടിനുള്ളിലേക്ക് ഇഴജന്തുക്കളുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ടെന്നും രാധാമണി പറഞ്ഞു. 18 വർഷം ഇവിടെ വന്നിട്ട് ഒരു വീടില്ല ഇരിക്കാൻ. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് വേണം. എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാക്കി നിവർത്തില്ല. അടുത്ത ഇങ്ങനെ തട്ടുകട ഉണ്ടായിരുന്നു. രാത്രി തീ കത്തിയിട്ട് അതിൽ ഞാനെൻ്റെ ചെറിയ കുട്ടി മാത്രമേ. ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി. ആൾക്കാരെന്തെങ്കിലും ചെയ്യോ എന്തൊക്കെയൊന്നും അറിയില്ല. അങ്ങനെ ആടുകളും അതുമായിട്ട് അങ്ങനെ കഴിയാണ്. അടുത്ത വീട്ടിൽ അടുക്കള പണിക്ക് പോയിട്ട് അതുകൊണ്ട് കിട്ടുന്നത് അങ്ങനെ കഴിയാണ്. എൻ്റെ കുട്ടികളെ പഠിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് നിവർത്തിയില്ല. അച്ഛനില്ലാണ്ട് ഞാനെൻ്റെ 2 കുട്ടികളും ഈ പുറംപോക്കിൽ ജീവിക്കും. ഞങ്ങൾക്ക് ഈ വീടിൻ്റെ ഒരു പട്ടായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്ര നല്ലതൊരു വീട് കയറ്റിയിട്ടൊന്നും ഇരിക്കണമെന്നൊരു പൂജൻ്റെ അമ്മയ്ക്ക് എൻ്റെ കുട്ടികൾക്കും. അതുകൊണ്ട് അത് നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾക്ക് തന്നിട്ട് അത്ര ഉപകാരമായി. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ലാണ്ട് ഞാൻ എൻ്റെ കുട്ടികളുണ്ട് ഒരു കക്കൂസില്ലാണ്ട് ഞാൻ എൻ്റെ കുട്ടികളുണ്ട് മലകോടെ പോയിട്ട് ഞങ്ങൾ ജീവിക്കുന്നത്. അതിനും കൂടി ആകെ അടങ്ങാറായിട്ട് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. താൽക്കാലികമായി കിണറുണ്ടെങ്കിലും ശുചിമുറി പോലും ഇല്ലാത്തതിനാൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് തൊട്ടടുത്ത പറമ്പിനെയാണ് ഈ കുടുംബം ആശ്രയിക്കുന്നതും. കേന്ദ്ര സർക്കാർ എല്ലാവർക്കും വീട് എല്ലാവർക്കും ശുചിമുറി എന്ന പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ നിർധനരായ രാധയ്ക്ക് എല്ലാം ഒരു സ്വപ്നം പോലെയാണ്. ആടുകളെ മേയ്ക്കാൻ പുറത്തേക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥ. ചാക്കുകൊണ്ട് മറച്ചാണ് താൽക്കാലിക വാതിൽ വച്ചിരിക്കുന്നത്. പുറത്തേക്ക് പോയാൽ തെരുവ് നായ്ക്കളുടെ ശല്യമുണ്ടെന്നും രാധാമണി പറഞ്ഞു. മുളകൾ പൊളിച്ച് താൽക്കാലികമായാണ് ആടുകൾക്ക് കൂട് നിർമ്മിച്ചിരിക്കുന്നത്. മഴ പെയ്താൽ പൂർണ്ണമായും ചോർന്നൊലിക്കുന്ന അവസ്ഥയിലുമാണ് ഇവ നിലകൊള്ളുന്നത്. 20 വർഷത്തോളമായി സ്ഥിരതാമസമായിട്ടെങ്കിലും ഇതുവരെ പട്ടയം ലഭിച്ചിട്ടില്ലെന്നും ഇത് കാരണത്താൽ പല ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ട അവസ്ഥയാണെന്നും അവർ പറഞ്ഞു. ആരോഗ്യാവസ്ഥ വളരെ മോശപ്പെട്ട നിലയിൽ ആയതിനാൽ കൂലിപ്പണിക്ക് പോകാൻ പറ്റാത്തതോടെ ആടുകളെ വാങ്ങി വളർത്തി വിറ്റാണ് ജീവിതം തള്ളി നിൽക്കുന്നത്. സ്വന്തമായി ഭൂമിയില്ലാത്ത അവസ്ഥ വന്നതിനാൽ മുക്കണ്ണം റോഡിനോട് ചേർന്ന ഇറിഗേഷൻ സമീപത്താണ് താൽക്കാലിക വീട് നിർമ്മിച്ച് കഴിയുന്നത്. 20-ലധികം വർഷം സ്ഥിരതാമസം ഇവിടെ തന്നെ ആയിരുന്നുവെന്നും രാധാമണി വെളിപ്പെടുത്തി. ഭർത്താവ് മരിച്ചതോടെ മക്കളുടെ പഠനം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും എന്ന അവസ്ഥയിലാണ് ഈ കുടുംബം. ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറന്നില്ലെങ്കിൽ ഈ പാവം അമ്മയുടെ മക്കളുടെ ജീവിതം അനാഥമാവും. MCV ന്യൂസ്, മണ്ണാർക്കാട്.